ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിലെ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 92.88% തമിഴ്നാട്ടിൽ 85.15% പോളിംഗ് രേഖപ്പെടുത്തി. പശ്ചിമ ബംഗാളിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യസഭാ എംപിമാരായ രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവർ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. സ്വന്തം താൽപര്യത്തിന് വിരുദ്ധമായി ഗർഭം ധരിക്കാൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരു സ്ത്രീയെയും നിർബന്ധിക്കരുതെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ അങ്കണവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോവയ്ക്ക് ജയം. IPL-ൽ ഗുജറാത്തിനെതിരെ ടോസ് നേടിയ ബംഗളൂരു ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 92.88%, തമിഴ്നാട്ടിൽ 85.15% പോളിംഗ് രേഖപ്പെടുത്തി. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാളിൽ 152 മണ്ഡലങ്ങളിലുമായിരുന്നു ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമ ബംഗാളിൽ ഈ മാസം 29-നാണ് 142 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ദക്ഷിണ 24 പർഗാനാസ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ, തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജി, ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എന്നിവരും വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പശ്ചിമ ബംഗാളിലെ SIR വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് പേര് ഒഴിവാക്കപ്പെട്ടവർ നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി തള്ളി. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി നിയോഗിക്കപ്പെട്ടവർ പോലും പട്ടികയിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കാൻ രൂപീകരിച്ച അപ്പലേറ്റ് ട്രൈബ്യൂണലുകളെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരോട് നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പശ്ചിമ ബംഗാളിലെ പട്ടിക പുതുക്കിയപ്പോൾ 61 ലക്ഷം പേർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരുന്നു. രാജ്യത്തുടനീളം ഗാർഹിക LPG വിതരണം സുഗമമാണെന്നും ഒരിടത്തും വിതരണ തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തി ന്യൂഡൽഹിയിൽ ചേർന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. कमर्शियल LPG 70% तक रेस्टोर है और अप्रैल के महीने में अब तक लगभग 1,47,000 टन से अधिक कमर्शियल LPG की सेल की जा चुकी है. 5 किलो के सिलेंडर्स की सेल भी लगातार सुचारू रूप से चल रही है. कल भी लगभग 81,000 से अधिक 5 किलो के सिलेंडर्स की सेल की गई है. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. രാജ്യസഭാ എംപിമാരായ രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവർ ആം ആദ്മി പാർട്ടി വിട്ടു. താനും AAP വിട്ട മറ്റ് എംപിമാരോടൊപ്പം BJPയിൽ ചേരുമെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് രാഘവ് ചദ്ദ പറഞ്ഞു. രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ 2/3 വിഭാഗം അംഗങ്ങളും BJPയിൽ ലയിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വന്തം താൽപര്യത്തിന് വിരുദ്ധമായി ഗർഭം ധരിക്കാൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരു സ്ത്രീയെയും നിർബന്ധിക്കാൻ ഒരു കോടതിക്കും അധികാരമില്ലെന്ന് സുപ്രീംകോടതി. 15 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് 7 മാസത്തിലധികം പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. സ്വന്തം ശരീരത്തെക്കുറിച്ചും പ്രത്യുൽപാദനത്തെക്കുറിച്ചും തീരുമാനമെടുക്കുവാനുള്ള അവകാശം ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരമുള്ള സ്വകാര്യതയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം കേസുകളിൽ അനുമതി നിഷേധിക്കുന്നത് സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവുമായ ഗർഭഛിദ്ര മാർഗ്ഗങ്ങൾ തേടാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുമെന്നും ഇത് ജീവന് ഭീഷണിയാണെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായി ഇന്ത്യൻ പ്രതിനിധി സംഘം ഈ മാസം 20 മുതൽ 23 വരെ വാഷിംഗ്ടൺ DC സന്ദർശിച്ചു. ഫെബ്രുവരി 7-ന് നടന്ന ഇടക്കാല വ്യാപാര കരാർ ചർച്ചകളുടെ തുടർച്ചയായി കരാറിന്റെ വിശദാംശങ്ങൾ പരിഷ്കരിക്കുന്നതിനും വിപുലമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ഇരുപക്ഷവും നേരിട്ടുള്ള ചർച്ചകൾ നടത്തിയെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിപണി പ്രവേശനം, താരിഫ് ഇതര നടപടികൾ, നിക്ഷേപ പ്രോത്സാഹനം, ഡിജിറ്റൽ വ്യാപാരം, സാമ്പത്തിക സുരക്ഷാ വിന്യാസം എന്നിവ പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗ്രാമങ്ങൾ, കർഷകർ, പഞ്ചായത്തുകൾ എന്നിവയുടെയും ഗ്രാമീണ മേഖലയുടെയും സമഗ്രമായ വികസനമില്ലാതെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര പഞ്ചായത്തി രാജ് സഹമന്ത്രി SP സിംഗ് ബാഗേൽ. ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പുരോഗതിക്ക് താഴെത്തട്ടിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയ പഞ്ചായത്തി രാജ് ദിനാഘോഷത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണ് ഇത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ബാങ്കിംഗ് മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികൾ വിലയിരുത്താൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. അത്യാധുനിക AI മോഡലുകൾ സോഫ്റ്റ്വെയർ പിഴവുകളെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇത് മുൻപില്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ വെല്ലുവിളിയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. Banks in India, because of the greater digitization that has been happening over the decade, we are adequately prepared for meeting any challenges which come because of technology. But now, because of the new challenge which is coming in the name of MITRE, about which not much is known, MeitY is an active engagement with various authorities, governments across the globe, and also with technology companies to understand how this is going to play out. സൈബർ ഭീഷണികളെ വേഗത്തിൽ നേരിടാൻ ഒരു സ്ഥാപനതല ഏകോപന സംവിധാനം രൂപീകരിക്കാൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന് ധനമന്ത്രി നിർദ്ദേശം നൽകി. IT, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും പ്രമുഖ ബാങ്ക് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിൽ സ്വകാര്യ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 18 തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അപകടത്തിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തമിഴ്നാട് ചീഫ് സെക്രട്ടറി, വിരുദുനഗർ പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം കൂടി. ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീശൻ മരിച്ചു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. സതീശൻ 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതേസമയം കാണാതായവർക്കായി നടത്തിയ തിരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇവ കണ്ടെത്തിയത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ അങ്കണവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിനായി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുസ്ഥലങ്ങളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. കിണറുകളും ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോവയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിലാണ് ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ ഡെസ്ലിക് 7ാം പതിപ്പ് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ നമംഗനിൽ സമാപിച്ചു. ഇന്ത്യൻ സായുധ സേനയിലെ 60-അംഗ സംഘത്തിൽ 45 പേർ ഇന്ത്യൻ കരസേനയിൽ നിന്നും 15 പേർ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നുമാണ് പങ്കെടുത്തത്. നിയമവിരുദ്ധ സായുധ സംഘങ്ങളെ നിർവീര്യമാക്കുന്നതിനുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ഈ സൈനികാഭ്യാസം മെച്ചപ്പെടുത്തിയതായി ഇന്ത്യൻ കരസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമ ബംഗാളിലെ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 92.88%, തമിഴ്നാട്ടിൽ 85.15% പോളിംഗ് രേഖപ്പെടുത്തി. പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യസഭാ എംപിമാരായ രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവർ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. സ്വന്തം താൽപര്യത്തിന് വിരുദ്ധമായി ഗർഭം ധരിക്കാൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരു സ്ത്രീയെയും നിർബന്ധിക്കരുതെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ അങ്കണവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗോവയ്ക്ക് ജയം. IPLൽ ഗുജറാത്തിനെതിരെ ടോസ് നേടിയ ബംഗളൂരു ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.